Recording in progress. വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നു അല്ലെ, അതായത് 2 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയപ്പോ അതില് കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 22 മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് നമ്മുടെ നവോത്ഥാന നായകനായിട്ടുള്ള ആരെ കുറിച്ചാണ്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. ഏതൊക്കെ ചോദ്യങ്ങളാ ചോദിച്ചത്? രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? അതുപോലെ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ വർഷം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന കൊട്ടേഷൻ ആരുടെയാണ്? അങ്ങനെയുള്ള പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോ 5 ചോദ്യത്തോളം ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന നമ്മുടെ നവോത്ഥാന നായകനെ കുറിച്ച് വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഉദ്ദേശിക്കുന്നത്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക് ആണ്, നമുക്കറിയാം. ഇനി നമ്മുടെ ക്യാൻസൽ ചെയ്ത പരീക്ഷയുണ്ട്, മറ്റു 2 പരീക്ഷകളും കൂടി ഉണ്ട്. അപ്പോ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇദ്ദേഹം ജനിച്ചത് 1856 ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ്. എവിടെ ജനിച്ചു? തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വയൽവാരം എന്ന് പറയുന്ന വീട്ടിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് നാരായണൻ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവാണ് മാടൻ ആശാൻ. പിതാവാണ് മാടൻ ആശാൻ അല്ലെ. അമ്മയുടെ പേര് എന്താണ്? കുട്ടിയമ്മ എന്നാണ് അമ്മയുടെ പേര്. ഭാര്യയുടെ പേര് എന്താണ്? കാളിയമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. ഇദ്ദേഹത്തെ വിളിക്കുന്നു കേരളത്തിന്റെ നവോത്ഥാന നായകൻ. എന്താണ്? നവോത്ഥാന നായകൻ. പിന്നെ വിളിക്കുന്നു നാണുവാശാൻ. നാണുവാശാൻ എന്നറിയപ്പെടുന്ന കേരള സാമൂഹിക പരിഷ്കർത്താവ്. ഇനി അതുപോലെ തന്നെ ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ച ഏക നവോത്ഥാന നായകൻ. അപ്പൊ എന്നാണ് മരണം? 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് മരണം. അദ്ദേഹത്തിന്റെ സമാധി. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ, ശ്രീലങ്കയുടെ എന്താണ് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആദ്യത്തെ മലയാളി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആദ്യ കേരളീയൻ. അങ്ങനെ കുറേയധികം വിശേഷണങ്ങൾ ആർക്കുണ്ട്? ശ്രീനാരായണ ഗുരുവിനുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരുവിന്റെ പേര് എന്താണ്? കണ്ണങ്കര മൂത്തപിള്ള. കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരു. ഇനി അദ്ദേഹത്തിന്റെ ഹഠയോഗ വിദ്യ പകർന്നു കൊടുത്ത ഗുരു ആരാണ്? തൈക്കാടയ്യയാണ്. തൈക്കാടയ്യ അദ്ദേഹത്തിന് എന്ത് പകർന്നു കൊടുത്തു? ഹഠയോഗ വിദ്യ പകർന്നു കൊടുത്തു ട്ടോ. ഇദ്ദേഹം അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് എന്ന് പരീക്ഷയുടെ ചോദ്യം. 1888. പ്രതിഷ്ഠയ്ക്ക് മുന്ന് 1887 അദ്ദേഹം അരുവിപ്പുറത്ത് ക്ഷേത്രം പണിതു. അതിനുശേഷമാണ് പ്രതിഷ്ഠ നടത്തിയത് അല്ലെ. അദ്ദേഹത്തിന് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുമ്പോ കല്ല് വേണം വിഗ്രഹത്തിന് അല്ലെ. ആ വിഗ്രഹ കല്ല് കണ്ടെടുത്തത് നെയ്യാറ്റിൻകരയിലെ ശങ്കരൻകുഴി എന്ന സ്ഥലത്ത് നിന്നാണ്. ശങ്കരൻകുഴി ട്ടോ. അരുവിപ്പുറം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക ട്ടോ. ഇനി അടുത്തത്, ഇനി ഇദ്ദേഹം സർവമത സമ്മേളനം നടത്തിയ വർഷം എന്ന് 1924 അദ്ദേഹം സർവമത സമ്മേളനം നടത്തുന്നത് ആലുവയിലാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? പരീക്ഷയുടെ ചോദ്യം അല്ലെ. ആലുവയിലാണ്.
അല്ലെ? ഇനി ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഇതും ചോദിച്ച ചോദ്യമാണ്, എന്ന സന്ദേശം നൽകിയത് എവിടെ വെച്ചാണ്? അതും ആലുവയിൽ വെച്ചാണ്. ആലുവയിലാണ് അദ്വൈത ആശ്രമമുള്ളത്. ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ആ സംഭവം അദ്ദേഹം പറഞ്ഞത് 1924 തന്നെയാണ്. ആലുവ അദ്വൈതാശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം എന്താണ്? ഓം സാഹോദര്യം സർവത്ര എന്നാണ്. ഓം സാഹോദര്യം സർവത്ര എന്നാണ്. ഇനി ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാർ നദിയുടെ തീരത്താണ്. എന്തിന്റെ തീരത്താണ്? പെരിയാറിന്റെ തീരത്താണ്. ആലുവ സർവമത സമ്മേളനം ത്തിന്റെ അധ്യക്ഷൻ ആയിരുന്നത് അന്നത്തെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ടി സദാശിവ അയ്യരാണ്. ജസ്റ്റിസ് ടി സദാശിവ അയ്യർ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം 1927 ആദ്യമായി തലശ്ശേരിയിൽ പ്രതിമ അനാച്ഛാദനം ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തി ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. ഇദ്ദേഹം SNDP സ്ഥാപിച്ചത് എന്നാണ്? 1903 മെയ് മാസം 15-ാം തീയതി കൊല്ലം ആസ്ഥാനമായിട്ടാണ് അദ്ദേഹം SNDP സ്ഥാപിച്ചത്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ മുഖപത്രത്തിന്റെ പേര് എന്താണ്? വിവേകോദയം എന്നാണ്. വിവേകോദയം എന്നാണ്. അത് ആരംഭിച്ചത് എന്നാണ്? 1904 അതിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാനാണ്. സ്ഥാപക പത്രാധിപർ ആരാണ്? M ഗോവിന്ദനാണ്. ഇനി SNDPയുടെ മറ്റൊരു പേര് എന്താണ്? SNDP വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ പേര്? ഈഴവ ഗസറ്റ് എന്നാണ്. അപ്പൊ ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം കൂടിയാണ് SNDP. ക്ലിയർ ആയില്ലേ? വിവേകാനന്ദ സ്വാമികളോടുള്ള ആദര സൂചകമായാണ് SNDPയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേര് നൽകിയിരിക്കുന്നത് എന്നും കൂടി ഓർത്തു വെച്ചോളോ. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് എന്താണ് പ്രതിഷ്ഠ നടത്തിയ കാര്യമാണ് പഠിക്കുന്നത്. അദ്ദേഹം ആദ്യമായി നിലവിളക്ക് പ്രതിഷ്ഠിച്ചത് വിളക്കമ്പലം. എവിടെയാണ്? വിളക്കമ്പലം. അതുപോലെ കാരമുക്ക, വിളക്കമ്പലം, കാരമുക്ക. ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രം. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലമാണ് ഉല്ലല. എവിടെയാണ്? ഉല്ലല. അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠയിലൂടെ എന്താ പറയുന്നത്? അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തത്വം എന്താണ്? യു ആർ യുവർ സെൽഫ് ഗോഡ് എന്നതാണ്. അതിന്റെ മലയാളം എന്താണ്? അഹം ബ്രഹ്മാസ്മി എന്നതാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് എവിടെയാണ്? പിള്ളത്തടം ഗുഹ. അല്ലെ? പിള്ളത്തടം ഗുഹയിലാണ്. മരുത്വാമലയിലുള്ള പിള്ളത്തടം ഗുഹ. ഇത് എവിടെയത്? കന്യാകുമാരിയിലാണ്. ഇനി അടുത്തത്, ശ്രീനാരായണ ഗുരു 2 പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചു. 1918, 1926. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ശ്രീലങ്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത്, അല്ലെ? ഇനി അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠത്തിൽ, എവിടെ? വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു.
ജി ശങ്കരക്കുറുപ്പ്, നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുവിനെ സെക്കൻഡ് ബുദ്ധ, രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലെ, ഇപ്പൊ പരീക്ഷയ്ക്ക് നടന്ന ചോദിച്ച ചോദ്യമാണ്. ഇനി അടുത്തത്, ശ്രീനാരായണ ഗുരു സമാധിയായത് നമ്മൾ ഇവിടെ പറയണ്ടായി 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ്. സമാധിയായ സ്ഥലം എവിടെയാണ്? ശിവഗിരിയാണ്. എവിടെയാണ്? ശിവഗിരിയാണ്. സമാധി സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്നത് എന്ത് വസ്ത്രമാണ്? വെളുത്ത വസ്ത്രം അഥവാ ശ്വേതവർണ്ണത്തിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. പക്ഷേ ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന്റെ നിറം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം എന്നാണ്? മഞ്ഞ നിറമാണ്. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത് പത്തനംതിട്ടയിലെ ഇലവുംതിട്ടയിൽ നിന്നാണ്. പത്തനംതിട്ടയിലെ ഇലവുംതിട്ടയിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത് എന്നും കൂടി ഓർത്തു വെച്ചോളൂ. അടുത്തത്, ശ്രീനാരായണ ഗുരു ശിവഗിരി തീർത്ഥാടനം എവിടുന്നാണ് പറഞ്ഞത്? പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ടയിൽ നിന്നാണ് അല്ലെ. ഇനി അടുത്തത്, ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത കാര്യം എന്താ വെച്ചാ, ശ്രീനാരായണ ഗുരു കുറെ അധികം കൊട്ടേഷൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ. ആ കൊട്ടേഷൻസ് അത് മുഴുവൻ ടീച്ചർ എഴുതുന്നില്ല, അത് ടീച്ചർ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും. അതായത്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുമ്പോ അത് ജാതി മീമാംസ എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് എന്നും കൂടി ഓർത്തു വെക്കണം. ഇനി അടുത്തത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നും PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഗുരുദേവന്റെ ഈ വാക്കുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെ കാണപ്പെടുന്നു? അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. എന്ത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തത് എന്താ പറയാ, ശ്രീനാരായണ ഗുരു പലരും അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1922 ശിവഗിരിയിൽ വെച്ചാണ് അവരുടെ കണ്ടുമുട്ടൽ. ടാഗോറിന്റെ സന്ദർശനത്തിൽ ടാഗോറിന്റെ കൂടെ ഉണ്ടായിരുന്നത് CF ആൻഡ്രൂസ് ആണ്. ദീനബന്ധു എന്ന് വിളിക്കുന്ന CF ആൻഡ്രൂസ് ആണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോ എന്നാണ്? 1925 എവിടെ വെച്ച് തന്നെയാണ്? ശിവഗിരിയിൽ വെച്ച് തന്നെയാണ്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് N കുമാരനാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം C രാജഗോപാലാചാരി കൂടെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. ഇനി അടുത്ത ചോദ്യം എന്താണ്? ശ്രീനാരായണ ഗുരുവിന്റെ എന്താ പറയാ പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരു മറ്റ് ആൾക്കാരുമായിട്ടുള്ള ഒന്ന് രണ്ട് കണ്ടുമുട്ടലുകളും കൂടി നമുക്ക് പഠിക്കാം. ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. അണിയൂർ ക്ഷേത്രം എന്ന 1882. വാഗ്ബടാനന്ദനെ കണ്ടെത്തിയത് അദ്വൈതാശ്രമത്തിൽ വെച്ച്, അല്ലെങ്കിൽ കണ്ടുമുട്ടിയത് അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് 1914. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് ബാലരാമപുരത്തു വെച്ച്. ബാലരാമപുരം വർഷം 1912. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും കണ്ടുമുട്ടിയ വർഷം? കണ്ടുമുട്ടിയത് 1895. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബാംഗ്ലൂര് വെച്ച്. ഇനി അടുത്തത്, ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? കായിക്കരയിൽ വെച്ച്. കായിക്കര
1891 1891 ക്ലിയർ ആയില്ലേ? ഇനി ഒന്ന് രണ്ട് പേര് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായിട്ട് വേറൊരാളില്ല എന്ന് പറഞ്ഞത് ടാഗോറാണ്. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണൂ എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് വാണരുളുന്ന ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞത് CF ആൻഡ്രൂസ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ആരാണ്? ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള ഒരു വിദേശിയുണ്ട്. അദ്ദേഹം ആരാണ്? ഏണസ്റ്റ് ക്ലർക്കാണ്. അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യൻ, ലാസ്റ്റത്തെ ശിഷ്യൻ ആരാണ്? ആനന്ദ തീർത്ഥൻ. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മള് നവോത്ഥാന നായകരില് പഠിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി അടുത്തത് ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ രചനകളാണ്. ഇത് പഠിക്കാതെ നിവൃത്തിയില്ല കേട്ടോ. ആ രചനകൾ പഠിക്കുന്നേക്കാൾ മുന്നേ അദ്ദേഹത്തിന്റെ കുറച്ച് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നമുക്ക് പഠിക്കാം. സിനിമ, അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് ആൾക്കാർ ചില എന്ത് എഴുതിയിട്ടുണ്ട്, കൃതികൾ എഴുതിയിട്ടുണ്ട്. അതൊന്ന് പഠിക്കാം അല്ലെ. യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തു. യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ. അത് സംവിധാനം ചെയ്തത് ആരാണ്? R. സുകുമാരൻ ആണ്. ഇനി ശ്രീനാരായണ ഗുരുവായിട്ട് ഇതില് തലൈവാസൽ വിജയ് ആണ് അഭിനയിച്ചത്. 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്ത ഒരു കൃതിയുണ്ട്. ഏതാണ് ആ കൃതി? ആ കൃതിയുടെ പേര് ഇതാണ്, ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്നതാണ്. ഇനി ആ ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ആരാണ്? ടി ഭാസ്കരനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ ആദ്യത്തെ വ്യക്തി ആരാണ്? മൂർക്കോത്ത് കുമാരൻ. ക്ലിയർ ആയില്ലേ? അടുത്തത് ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗുരു എന്ന നോവൽ രചിച്ചത് ആരാണ്? കെ സുരേന്ദ്രനാണ്. ഇനി പി എ ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെ കുറിച്ചിട്ടുള്ള ആദ്യ സിനിമയുടെ പേര് ശ്രീനാരായണ ഗുരു എന്ന് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ടീച്ചർ എഴുതി തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആത്മോപദേശ ശതകം. എന്താണ് ആത്മോപദേശ ശതകം? ദൈവദശകം. അടുത്തത് ശിവശതകം. അനുകമ്പ ദശകം. എന്താണ് അനുകമ്പ ദശകം? ക്ലിയർ ആയോ? ആത്മോപദേശ ശതകം അല്ലെ, ദൈവദശകം, ശിവശതകം, അനുകമ്പ ദശകം. അടുത്തത് ജാതി ലക്ഷണം. ജാതി നിർണയം. ജാതി മീമാംസ. ക്ലിയർ ആയോ? അടുത്തത് കുണ്ടലിനി പാട്ട്. ക്ലിയർ ആയില്ലേ?
ജനനി ജനനി നവരത്ന മഞ്ജരി. ജനനി നവരത്ന മഞ്ജരി. അടുത്തത് അദ്വൈത ദീപിക. അദ്വൈത ദീപിക. കാളി നാടകം. കാളി നാടകം. ദർശനമാല. 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 ശ്രീകൃഷ്ണ ദർശനം. ശ്രീകൃഷ്ണ ദർശനം. ക്ലിയർ ആയോ? വിനായകാഷ്ടകം. വിനായകാഷ്ടകം. അതുപോലെ തന്നെ ചിദംബരാഷ്ടകം. ചിദംബരാഷ്ടകം. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ രചന. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് 2014 100 വർഷം ആഘോഷിച്ച അദ്ദേഹത്തിന്റെ കൃതി ദൈവദശകം. 2014 100ാം വർഷം ആഘോഷിച്ചത് കേട്ടോ. ഇനി അടുത്തത് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചന അങ്ങനെ ചോദിച്ച നവമഞ്ജരി. നവമഞ്ജരി. എന്താണ്? നവമഞ്ജരിയാണ്. ക്ലിയർ ആയോ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. 5 ചോദ്യമൊക്കെ ഒരു ഭാഗത്ത് നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനമാണ്. ഇനി എന്താ പറയാ, ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വള്ളം കളി നടക്കുന്നുണ്ട്. ആ വള്ളം കളി നടക്കണ എവിടെയാണ്? കന്നേറ്റി കായലിലാണ്. എവിടെയാ? കന്നേറ്റി കായൽ. ഇനി ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ്. എന്താണ്? ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ്? കുമരകം. കുമരകം ട്ടാ. ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെ? ഏതാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. അതെവിടെയാണ്? കൊല്ലത്താണ്. എവിടെയാണ്? കൊല്ലത്താണ്. ഇനി അടുത്തത് ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? നവി മുംബൈയിലാണ്. എവിടെയാണ്? നവി മുംബൈയില് ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് കേട്ടോ. ഇനി അടുത്തത് എന്താ പറയാ, ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ അവാർഡ് ഒക്കെ ഉണ്ട്. അത് ആദ്യമായിട്ട് നേടിയത് ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ അവാർഡ് ആദ്യമായിട്ട് നേടിയത് ആരാണ്? ശശി തരൂരാണ്. ആരാ? ശശി തരൂർ. ഇത്രയും കാര്യം പഠിച്ചില്ലേ? ഇപ്പൊ ശ്രീനാരായണ ഗുരു കുറച്ച് അധികം ഉണ്ട്. നമ്മൾ ഇന്ന് ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, കുറച്ച് ദിവസങ്ങളുണ്ട് ഇനി അടുത്ത പരീക്ഷയ്ക്ക്. ആ പരീക്ഷ പറഞ്ഞേക്കാൻ മുന്നേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് മുഴുവൻ പഠിച്ചു വെക്കും. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് 2-3 ചോദ്യങ്ങൾ വന്നിട്ടുള്ളുണ്ട്. അപ്പൊ 3 ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള നവോദയ നായകന്മാരെയൊക്കെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടോ. പിന്നെ 5 ചോദ്യങ്ങളാണ്. ഇദ്ദേഹത്തെ കുറിച്ച് കുറച്ച് അധികം പറയാനുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഒറ്റ ക്ലാസ്സിൽ ഇത് പറഞ്ഞത് കേട്ടോ.